ഹലോ, എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ പല സ്ഥലങ്ങളിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്. ഈ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ലുള്ളത്. ഇവിടെ കണ്ടോ, ഒരു പഴയ ഒരു വീടിൻ്റെ പണിയാണ്. അടന്ന് പോരാണ്, ഒരു പിടുത്തമില്ല. ഈ തേച്ചത് ഒരു പിടുത്തമില്ല. ഈ ഒരു ഭാഗം ഞാൻ കുത്തിയ സമയം ലേസർ പിടുത്തുന്നുണ്ട്. അതിൻ്റെ അങ്ങനെ ഓപ്പോസിറ്റ് ഭാഗം ഉണ്ടല്ലോ, ഒരു പൊടി പിടുത്തം കണ്ടെങ്കിൽ അടന്ന് പോരാണ്. ഓരോ സൈഡ് നമ്മൾ പാലിട്ട് പിടിക്കുന്നതനുസരിച്ച് ഓരോ പൊള്ളായിട്ട് പോരാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മൾ വീടിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞ് 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് തേക്കുന്ന സമയത്ത് ഗ്രൗട്ട് വെച്ച് തേച്ചിട്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇതൊരു ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ പൊള്ളി പോരും, തമ്മിൽ ജോയിൻ്റ് ആയി കിട്ടില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ കൂടെ തന്നെ ചെയ്യുമ്പോൾ എന്താ ഉള്ളൂ, അത് നല്ല വൃത്തിയിൽ അവിടെ നിൽക്കുള്ളൂ, അല്ലാണ്ട് അവിടെ നിൽക്കില്ല. ഇതിപ്പോൾ ഇങ്ങനെ ആണ്ട് എന്താ പറയുക, പൊളിക്കാൻ നല്ല സുഖമുണ്ട്. പാര പിടിക്കാൻ പെട്ടെന്ന് ഇത് പൊള്ളായി ഇങ്ങോട്ട് പോരാണ് മൊത്തത്തിലിത്. ഉയ്യളി എന്തൊരു വലിയ അടുക്കാക്കി പോരാണ്ടോ. അതൊക്കെ എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇങ്ങനെ ഒരു ഇത് ഞാൻ എവിടെ കാണില്ല കേട്ടോ. സംഗതിക്ക് ലേശം ഒരു പിടുത്തണ്ടായില്ലേ, ഒരു പക്ഷേ ഗ്രൗട്ടൊന്നും വരാണ്ട് ഒഴിക്കാണ്ട് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ പ്രശ്നം വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ കമ്പി ഇടുന്ന സമയത്ത് ഈ കമ്പി ഇതാ ഫുള്ള് 20 കമ്പിയാണ് കൊടുത്തത്. 20 കമ്പി കൊടുക്കാനുള്ള കാരണം ഇത് വമ്പൻ ലോങ് ആണ്. 7 മീറ്ററോളം ലോങ് വരുന്നുണ്ട്. 7 മീറ്റർ ലോങ് വരുന്നത്. പക്ഷേ ഇതിനുള്ള മെയിൻ ഇതെന്ത് ഘടകം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കൺസീൽഡ് കെട്ടിയിട്ടാണ്. ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയയിൽ നല്ല സ്ട്രോങ്ങിൽ ഒരു കൺസീൽഡ് സെൻറ്ററിൽ വന്നത് കൊണ്ട് ഇതൊരിക്കലും അങ്ങോട്ട് തൂങ്ങൂല. കാരണം ഇതിന് പിടുത്തം വരും. നമ്മളിവിടെ കമ്പി കൊടുത്ത് അത്ര കണ്ടീഷനായിട്ടാണ് കമ്പി കൊടുത്തത്. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കുന്നുണ്ട്, ഉള്ള ഫുള്ള് മിയായിട്ട് നിൽക്കും. പിന്നെ ഈ കമ്പി നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കണം. ഇത് കണ്ട നിങ്ങൾ കമ്പി ഇട്ടാണ്ടോ, മറ്റേതിൻ്റെ 20 അടിയിലൂടെയാണ് കൊടുത്തത്. 20 അടിയിലൂടെ നല്ലൊരു കൺസീൽഡ് ഒരു പവറിന് വേണ്ടി കൊടുത്തതാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഇനി എന്താവില്ല, നടു തൂങ്ങേ ഒന്നും ചെയ്യില്ല, അവിടെ ടമ്പറായിട്ട് നിൽക്കും. ഇതിന് നമ്മൾ എൻജിനീയേഴ്സ് പ്ലാൻ വരച്ചൊക്കെ കാര്യങ്ങൾ തോന്നി. പക്ഷേ എൻജിനീയേഴ്സും വലിയ ഐഡിയയും കിട്ടില്ല, എന്താ വരിക എന്താ കാട്ടാനുള്ളത്. എന്നോട് കമ്പി 20 കമ്പി 12 ഇടാൻ പറഞ്ഞു. എന്തിനാ വെറുതെ കണ്ടമാനം കമ്പി ഇടണേ? ഇത് ഈ ഒരു ക്രോസ് കമ്പി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് നല്ലൊരു പിടുത്താണ്. ഈ ബീമിന് ഒരിക്കലും അതൊന്നും ഇനി സംഭവിക്കില്ല, 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ പണീൻ്റെ ഓരോ കാര്യങ്ങൾ. നമ്മൾ കുറേ കമ്പിയും കാര്യം കുറേ തീർത്തിടും വലിയ കാര്യമൊന്നുമില്ല. വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കണം. ഓക്കെ.